ഹലോ. രഞ്ജൻ ഫിലിപ്പ്, ലീനയുടെ ഫാദർ. ആ, എന്താ സർ? തിരക്കില്ലല്ലോ? അല്ലല്ല, പറയൂ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി ജന്മഗൃഹമല്ലോ. ഭാരതമെന്നാൽ പാരിൻ നിർത്ത് ചങ്ങാതി. എത്ര ശാന്തസുന്ദരമായ രാത്രി. കൂട് വിട്ട് കൂടുമാറാൻ പറ്റിയ സമയം. നില ഉദിച്ചില്ലേ മാനുവൽ? ഉദിക്കേണ്ടതായിരുന്നല്ലോ. ഇനി വല്ല ബ്ലോക്കിലും വിട്ട് സ്റ്റക്കായിട്ടുണ്ടാവോ? നമുക്ക് ആദ്യം അകത്ത് കയറി ഐശ്വര്യമായ ഒരു ദീപം തെളിയിക്കാം. അതിന് നിലവിളക്ക് വാങ്ങിയിട്ടുണ്ടാ? വെളിച്ചമെല്ലാം ദീപമല്ലടോ. നിലവിളക്കായാലും മെഴുകുതിരിയായാലും സ്വിച്ചിട്ടാൽ കത്തുന്ന ലൈറ്റ് ആയാലും എല്ലാം ദീപം തന്നെ. അതെ, ദീപം തെളിയിച്ച ഞാൻ അപ്പൊ തന്നെ പോവും. താൻ ഒരിടത്തേക്കും പോവില്ല. തന്നെ ഞാൻ വിടില്ല. തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. പക്ഷെ എന്റെ വൈഫ് കാത്തിരിക്കട്ടെ. കാത്തിരുന്ന് നേരം വെളുപ്പിക്കട്ടെ. കാത്തിരിക്കാൻ ഒരാൾ എന്ന പ്രയോഗത്തിന് ഒരു അർത്ഥം ഉണ്ടാകും. താനൊന്നും പറയണ്ട. നമ്മൾ ഇന്ന് ഇവിടെ കിടക്കും. എന്റെ കഥകൾ ഞാനും ഇമ്മാനുവലിന്റെ കഥകൾ ഇമ്മാനുവലും പറയും. അങ്ങനെ പറഞ്ഞങ്ങനെ കിഴക്കങ്ങനെ പ്രഭാതം പൊട്ടിവിടും. പുതിയ വീട്ടിൽ പുത്തൻ പ്രഭാതം. താക്കോലെവിടെ? പുതിയ വീട്ടിൽ പുത്തൻ പ്രഭാതം. ഇതകത്തുനിന്ന് കുറ്റിയിട്ടിട്ടുണ്ടോ? നേരാണല്ലോ. ബെല്ലടിക്കണം. ഷർട്ടും പാന്റും കാറിനകത്തുണ്ട്. ഒരു പെൺശബ്ദമല്ലേ കേട്ട? അതെ, ഞാനും കേട്ടു. ഒന്നുകൂടി പറഞ്ഞേ. അവിടുന്നല്ലേ കേട്ടത്? ഒന്ന് മറിഞ്ഞേ. ചേച്ചി, രണ്ടാള് കിടന്ന് ബഹളം വെക്കണ്ടല്ലോ. കള്ളുടിയന്മാരെന്നാ തോന്നണേ. രണ്ടാണോ? എന്താ ആരാന്ന്? അത് ശരി, നമ്മൾ ആരാണ്? ഞങ്ങള് നിങ്ങളോട് ചോദിക്കേണ്ടത് നിങ്ങൾ ആരാണ്? അതെ, നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം. ഞാൻ അറിയാതെ അയാൾ ആ വീട് വിറ്റിരിക്കും. പക്ഷേ അതൊരു വലിയ സ്വപ്നമായിരുന്നു ഞങ്ങൾക്ക്. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോരുമ്പോൾ ഞാൻ കൊണ്ടുവന്ന സ്വർണ്ണാഭരണങ്ങൾ, അപ്പച്ചൻ എൻ്റെ പേരിലിട്ടിരുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ്, അതൊക്കെ ചേർത്ത് അന്ന് ആ വീടുണ്ടാക്കിയത്. ആധാരം എൻ്റെ പേരിൽ എഴുതാമെന്നു പറഞ്ഞപ്പോൾ ഞാൻ നിർബന്ധിച്ചിട്ടാ മുരളിയുടെ പേരിലാക്കിയത്. എന്നിട്ടിപ്പോ സ്വന്തം ഭാര്യയും മോളും തെരുവിൽ ഇറങ്ങിക്കോട്ടെ എന്ന് കരുതുന്ന ഒരാളെ ഭർത്താവെന്ന് വിളിക്കാൻ പറ്റൂ? എന്ന് വെച്ച് ഇദ്ദേഹത്തിന് സ്ഥലം കിട്ടണ്ടേ? നിങ്ങളൊരു കാര്യം ചെയ്യ്, തൽക്കാലം അമ്മയും മോളും കൂടി ഏതെങ്കിലും ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് മാറ്. എല്ലാ ബന്ധുക്കളെയും വെറുപ്പിച്ചിട്ടാ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത്. എന്ന് പറഞ്ഞാ അതൊരു ആക്ച്വലി എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ചീറ്റിംഗ്, ചതിക്കായിരുന്നു എല്ലാ അർത്ഥത്തിലും. എന്നെ തറപ്പിച്ച് പറയരുത്. ഇതിന് രണ്ട് വശങ്ങളുണ്ടല്ലോ. മറുഭാഗത്തു നിന്ന് കൂടി നമ്മൾ ചിന്തിച്ചു നോക്കണം. കേട്ടെടുത്തോളം അത്ര മോശപ്പെട്ട ആളൊന്നുമല്ല ഡോക്ടർ. എങ്കിൽ പിന്നെ ഞാൻ മോശക്കാരിയായിരിക്കും. കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഞാൻ ക്ഷമിക്കും. എനിക്കറിയാം കുറച്ച് കോംപ്രമൈസ് ചെയ്താലേ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂന്ന്. പക്ഷെ ഞാൻ വെറൊരു വിഡ്ഢിയെന്ന് കരുതിയാലോ? ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവ് പറയുന്നതൊക്കെ വിശ്വസിക്കണം, ചെയ്യുന്നതൊക്കെ സഹിക്കണം. കൽപ്പനയാണ്. തീരുമാനങ്ങൾ മുഴുവൻ ഒറ്റയ്ക്കെടുക്കും. അതനുസരിച്ചില്ലെങ്കിൽ ധിക്കാരമായി. ഒരു മിനിമം റെസ്പെക്ട് ഭാര്യയ്ക്ക് കൊടുക്കണ്ടേ? ഇങ്ങോട്ട് എന്തു ആവാം, അങ്ങോട്ടൊന്നും പാടില്ല. ഒരു നിമിഷം കൊണ്ട് വലിച്ചെറിഞ്ഞു പോകാൻ പറ്റുന്നതാണോ ഈ ദാമ്പത്യം എന്ന് പറയുന്നത്? ഞാനും മോളും എങ്ങനെ ജീവിക്കുന്നെന്ന് പോലും ഓർത്തില്ല. അവൾക്ക് ഫീസ് കൊടുക്കാൻ, ഒരു ഉടുപ്പ് വാങ്ങാൻ കരയരുത്. റിലാക്സ്. മാഡം, നിങ്ങൾ വലിയ സുഹൃത്തുക്കളാണെന്നല്ലേ പറഞ്ഞത്? ഒരുമിച്ച് പഠിച്ചവർ, എന്തും തുറന്നു പറയുന്നവർ. നിങ്ങൾ വിചാരിച്ചാൽ ഈ പ്രശ്നം ഈസിയായി സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. എങ്ങനെ?
ഇടപെടാൻ ആരുമില്ലാത്തത് കൊണ്ടാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞു പറഞ്ഞ് വലുതാകുന്നത്. പണ്ടൊക്കെ കൂട്ടുകുടുംബങ്ങളായിരുന്നപ്പോൾ ഇതൊക്കെ വീടുകൾക്കുള്ളിൽ തന്നെ തീരും. അമ്മാവൻ, അമ്മാവി, ചെറിയച്ഛൻ, വല്യച്ഛൻ, ആ ചേട്ടൻ, ഈ ചേച്ചി, അങ്ങനെ കുറെ പേരുണ്ടല്ലോ. ഇപ്പൊ ആ റോൾ ഏറ്റെടുക്കേണ്ടത് നിങ്ങളെപ്പോലുള്ള നല്ല സുഹൃത്തുക്കളാണ്. അതിന് ഞാനെന്ത് ചെയ്യാനാ? മാഡം മാരീഡ് ആണോ? അതെ. ഗുഡ്. കുട്ടികളുണ്ടോ? ഉണ്ട്. വെരി ഗുഡ്. സോ സിമ്പിൾ. ഇപ്പൊ ശരിയാക്കാം. മാഡം, നിങ്ങൾ ഭാര്യയും ഭർത്താവും ചേർന്ന് ഇവരെ വിളിച്ചുകൊണ്ടുപോയി കുറച്ച് ദിവസം നിങ്ങളുടെ വീട്ടിൽ താമസിപ്പിക്കണം. പിന്നെ പതുക്കെ ഹസ്ബൻഡിനെ ഡോക്ടർക്ക് അടുത്തേക്ക് അയക്കുക. ഹസ്ബൻഡ് നയത്തിൽ അങ്ങേരെ കൂട്ടിക്കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ വരട്ടെ. എന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായി ഡിസ്കസ് ചെയ്യണം. ഒത്തൊരുമയോടെ കഴിയുന്ന മറ്റൊരു വീടിൻ്റെ ഉള്ളിലെ സമാധാനം കാണുമ്പോൾ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും. 1, 2, 3 ദിവസങ്ങൾ അങ്ങനെ കഴിയട്ടെ. അവർ ഒന്നിച്ചിരിക്കും, എനിക്കെൻ്റെ വീടും കിട്ടും. ഞാനിപ്പോ എന്റെ പേരൻസിന്റെ ഒപ്പമാണ് താമസിക്കുന്നത്. വെരി ഗുഡ്. അപ്പൊ മുതിർന്നവരുടെ ഭാഗത്തുനിന്ന് അവർക്ക് ഇടപെടാം. എന്റെ ഉടുപ്പ് എന്റെ മക്കൾ മാത്രമേ ഉള്ളൂ. വെരി ഗുഡ്. അല്ല, മനസ്സിലായില്ല. എന്റെ കൂടെ ഇപ്പൊ എന്റെ മക്കൾ മാത്രമേ ഉള്ളൂന്ന്. അത് മനസ്സിലായി. ഹസ്ബൻഡ് അറിഞ്ഞൂടാ. അറിഞ്ഞൂടെ? ഞങ്ങളിപ്പോ ഒരുമിച്ചല്ല. ഇമ്മാനുവല്ലേ? ഇതന്നെ ഇവിടെ നിർത്തുക. ഇറക്കിക്കോളൂ. എവിടേക്ക് പോന്നെ? അകത്തേക്ക്. ഞാനിവിടെ പുറത്തേക്കല്ലേ, ചോദിക്കാതെ നേരം കൊണ്ട് പോവാ. മാപ്പാക്കണം. ഇത്രയും വലിയൊരു സെക്യൂരിറ്റി ഉള്ള കാര്യം നമ്മൾ ഓർത്തിയില്ല. ആരാ? ഓഹോ, വേറെ ഉണ്ടോ? വേണ്ടപ്പെട്ട ആളൊന്ന് കൂട്ടിക്കോളൂ. സാറില്ലേ? സാറാ? ഏത് സാറ്? ഇവിടുത്തെ സാറ്. ഇവിടെ സാറും കയറൊന്നുമില്ല, കൊച്ചമ്മ മാത്രമേ ഉള്ളൂ. അവര് പുറത്തു പോയിരിക്കാ. പുറത്തു പോയാൽ എപ്പോഴെങ്കിലും അകത്ത് വരുമല്ലോ. നിങ്ങൾ നോക്കിയിരിക്കേണ്ട, അകത്ത് പോയി അരക്കി വൈ തെച്ചല്ലേ വൈ. ഹൈ, ഇങ്ങടെ ആരൊരു സാധനം കൊണ്ടുവരണ്ട, ഒക്കെ പുറത്തു വെച്ചാ മതി. പുറത്തൊക്കെ ലക്ഷക്കണക്കിന് ഉറുപ്പിയുടെ സാധനങ്ങളോ? ഇത് മഴയും വെയിലും കൊള്ളാൻ പാടില്ല. നിങ്ങൾ അകത്ത് കിടന്നു. ഞാൻ അമ്മയെ വിളിക്കട്ടെ? അമ്മയെ മാത്രല്ല പോലീസിനും വിളിച്ചു പറഞ്ഞു. അല്ല പിന്നെ നിങ്ങൾ കേട്ടെടുത്ത് ഇങ്ങോട്ട് മാറേണ്ടി വന്നേ. വാ ജോണിക്കുട്ടി, ഇവിടെ തരാൻ പറഞ്ഞ എന്താ എന്താ കളിക്കാ? ഇവിടെ തരാൻ. ഹലോ, അതെ, ഗോപകുമാറാണ്. ഞാൻ അങ്ങോട്ട് വരാം, ഉടനെ വരാം. നിങ്ങളാണ് ഈ ഗോപകുമാർ? ഞാനാ. എന്നാ ഞാൻ ഈ കേട്ട ചിത്രം നിങ്ങൾക്കും കൂടി ഉള്ളതാ. താൻ ഏതാ? അത് ആദ്യം പറ. ഞാൻ തിരുപ്പൂരിന്ന് വന്നതാ. ശരവണ മുതലാളി പറഞ്ഞിട്ട് ഒരു ലോഡ് റെഡിമെയ്ഡ് ഇവിടെ ഇറക്കി അതിന്റെ റെസീറ്റും വാങ്ങി അതേ വണ്ടി തന്നെ തിരിച്ചു പോകാൻ വന്നതാണ് ഞാൻ. കണ്ടില്ലേ ആ പെണ്ണുങ്ങൾ മുഴുവൻ മാറി അടിച്ച് പുറത്തിട്ട്. കണ്ടുപോകുന്നല്ല, ഇതെല്ലാം കൂടി ഇങ്ങോട്ട് അയക്കാൻ ആരും പറഞ്ഞിട്ടില്ല. അതാണ് ശരവണ മുതലാളി. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച സ്റ്റോക്ക് മുറ്റത്തെത്തും. സോറി, ഞാൻ ഓർഡർ കൊടുക്കുന്നതിന് മുമ്പ് കമ്പനിക്കാർ ഇങ്ങോട്ട് അയച്ചാണ്. മറ്റൊന്നുമല്ല, ഈ കുറച്ച് ഗാർമെന്റ്സ് ആണ്, റെഡിമെയ്ഡ് തുണികൾ. തുണികളുടെ ബിസിനസ് ആണ് മൂപ്പർക്ക്. നല്ല കോട്ടൺ തുണികൾ കളക്ട് ചെയ്ത് ഫ്രാൻസിലേക്കും ലണ്ടനിലേക്കും അയക്കുക. അതിന്റെ ഓഫീസ് തുടങ്ങാനാണ് ഈ വീട് വാങ്ങിച്ചത്. പ്രശ്നങ്ങൾ തീരുന്നവരെ ഞാനത് മറ്റെവിടേക്കെങ്കിലും മാറ്റി വെച്ചോളാം. വാ. പ്രശ്നങ്ങൾ തുടങ്ങുന്നല്ലേ ഉള്ളൂ. അർദ്ധരാത്രി വീട്ടിൽ കയറി വന്ന് നിങ്ങൾ ഇവരെ ശല്യപ്പെടുത്തി. ഹൗസ് ട്രസ്പസ് IPC 442. ഇപ്പൊ ഗുണ്ടകളെയും കൂട്ടി വന്ന് വീട് അതിക്രമിച്ച് കയറിയിരിക്കുന്നു. ക്രിമിനൽ ഇന്റിമിഡേഷൻ IPC 506. ഒരു കേസ് ഫയൽ ചെയ്ത കളി മാറും. പിന്നെ കോടതിയിൽ ഇറങ്ങാൻ നേരണ്ടാവില്ല. സത്യത്തിൽ ഈ മാഡം പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. രഹന എന്റെ ക്ലോസ് ഫ്രണ്ടാ, വക്കീല. ഇതിപ്പോ വാദി പ്രതിയായില്ല. പെങ്ങളെ ലക്ഷങ്ങൾ എണ്ണി കൊടുത്തിട്ടാ ഈ വീട് ഇങ്ങേരുടെ പേരിലാക്കിയിരിക്കുന്നത്. ഇതിന്റെ പരിപൂർണ അവകാശം ഈ മനുഷ്യനാ. നിങ്ങൾക്കത് കോടതി പറയാം. നിങ്ങളൊക്കെ എന്താ മിണ്ടുമ്പോഴേക്കും കോടതി കേസ് എന്നൊക്കെ പറഞ്ഞ് കാട് കയറുന്നത്? ഇവിടെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഒന്നിനും ഒരു പരിഹാരമില്ലേ? ഇവരുടെ ഭർത്താവ് ഈ വീട് എന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തതെന്ന് ആ മാന്യം പറഞ്ഞ പോലീസിനെ വിട്ട് ഇവരെ ഒഴിപ്പിക്കണമെന്ന്. ഞാൻ ചെയ്തില്ലല്ലോ. എന്തുകൊണ്ടാ? മനുഷ്യത്വം എന്ന് പറഞ്ഞൊന്നുണ്ടായിപ്പോയി. വക്കീലെ, ഇതൊരു കുടുംബ പ്രശ്നമാണ്. ഈ സാധു സ്ത്രീയും അവരുടെ ഭർത്താവും തമ്മിൽ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. ആരെങ്കിലും ഒന്ന് മുൻകൈ എടുത്താൽ അത് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഈ കേസ് മഴക്കൊക്കെ വിട്ട് അന്ന് രമ്യമായി തീർക്കാൻ നിങ്ങൾക്ക് ശ്രമിച്ചൂടെ? ഭാര്യയെ മനസ്സിലാക്കാത്ത ഭർത്താക്കന്മാരോട് എങ്ങനെ കോംപ്രമൈസ് ചെയ്യണമെന്നാ നിങ്ങൾ പറയുന്നത്? അപൂർവം ചില ഭർത്താക്കന്മാർ അങ്ങനെ ഉണ്ടാകാം. അപൂർവമൊന്നും അല്ല.
എല്ലാവരും അങ്ങനെ തന്നെയാ. ചെലവിന് തരുന്നത് ഞങ്ങളാണല്ലോ എന്നുള്ള അഹങ്കാരം അവർക്ക്. അതൊരു ഔദാര്യമൊന്നുമല്ല. ഇന്ന ആളുടെ ഭാര്യ എന്നതിനപ്പുറത്ത് പെണ്ണിനൊരു ഐഡന്റിറ്റി ഉണ്ടാവാൻ പാടില്ല. അതിന്റെ വിക്ടിമാ ഞാനും. അറിയോ? ഇല്ല, എനിക്കറിഞ്ഞൂടാ. എവർഗ്രീൻ മോട്ടോഴ്സിന്റെ ഓഫീസിൽ ചെന്ന് അതിന്റെ മുതലാളി നൌഷാദിനോട് ചോദിച്ചു നോക്ക്, ഭാര്യ എന്തിനാ പിണങ്ങിപ്പോയെന്ന്. അപ്പോ നിങ്ങളും തനിച്ചാണെങ്കിൽ എന്താ, എനിക്കിപ്പോ മനസമാധാനം ഉണ്ടല്ലോ. ഇമ്മാനുവല്ലേ? കൊറേ നാളായിട്ട് ഈ ബിൽഡിങ്ങിന്റെ പണി നിർത്തി വെച്ചിരിക്കാം. തൊഴിൽ തർക്ക വരൂ. തുടക്കത്തിലെ ബുക്ക് ചെയ്തുകൊണ്ട് പഴയ വിലക്ക് 2 ഫ്ലാറ്റ് എനിക്ക് കിട്ടി. കരണ്ടും വെള്ളവും ഒക്കെ ഉണ്ട്. ബാക്കി സൗകര്യങ്ങളൊന്നും ആയിട്ടില്ല. ഇതൊക്കെ ധാരാളം. പക്ഷെ നല്ല വില കിട്ടിയാൽ ഇത് 2 ഞാൻ തട്ടും. അപ്പൊ ഒഴിയാ പറ്റില്ല എന്ന് പറയരുത്. ഇതിപ്പോ അധികം നാളൊന്നും വേണ്ടി വരില്ല. വിരലിലെണ്ണാവുന്ന ദിവസം കൊണ്ട് ആ ഡോക്ടറെയും ഭാര്യയെ ഞാൻ ഒന്നിപ്പിക്കും. വിരലിൽ ഇപ്പൊ എത്ര വേണമെങ്കിൽ എണ്ണാലോ. 10 കഴിഞ്ഞാൽ 11, 12, 13, 100 കഴിഞ്ഞാൽ 101, 102, 103. താൻ കണ്ടോ? ഞാനേ എന്റെ വർക്ക് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. പെയിന്റ് അടി കഴിഞ്ഞില്ലേ? കഴിയാറായി സാർ. വേഗം തീർക്ക്. ചുമരിന് വേദന ഒന്നും എടുക്കില്ല. ഇവിടെ താമസിക്കാൻ പോകുന്നത് എന്തേ? ഈ ഏരിയയിലൊന്നും ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ലല്ലോ. ബിൽഡിങ്ങിന്റെ പണി കഴിഞ്ഞിട്ടില്ലല്ലോ. കഴിഞ്ഞാലല്ലേ ആൾക്കാർ വരൂ. അതെ, ഒന്ന് വന്നേ. പറയുന്ന കാര്യം മനസ്സിൽ വെച്ചാ മതി. ആ. ഈ ബിൽഡിങ്ങിന്റെ പണി നടക്കുമ്പോ, ഈ ബിൽഡിങ്ങിന്റെ വർക്ക് നടക്കുമ്പോ ഒരു ജോലിക്കാരൻ താഴെ വീണ് മരിച്ചുപോയി. ആരെ? ഒരു ജോലിക്കാരൻ താഴെ വീണ് മരിച്ചുപോയി. ഓ. ഡെയിലി രാത്രി അയാളുടെ പ്രേതം ഇങ്ങനെ പാട്ടും പാടി നടക്കുകയെന്നാ എന്നോട് വാച്ച്മേ പറഞ്ഞ. നന്നായി. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ഒരു കൂട്ടായല്ലോ. നമുക്കോ? ഞാൻ പോവാ. സാധനങ്ങൾ കൈപ്പറ്റിയെന്ന് സാറോ റെസീറ്റ് തന്നാ മതി. റെസീറ്റ് തരാൻ ഓഫീസ് തുറക്കണ്ടേ? ഓഫീസ് തുറക്കാൻ ആ വീട് ഒഴിഞ്ഞു കിട്ടണ്ടേ? അപ്പൊ അതുവരെ നമ്മൾ ഇവിടെ താമസിക്കും. അയ്യോ, തിരിച്ചെന്നില്ലെങ്കിൽ എന്റെ പണി പോവും. ഇപ്പൊ തിരിച്ചു പോയാലാ തന്റെ പണി പോവാ. അതെങ്ങനെ? ഇവിടെ തന്റെ ശരവണ്ണ മുതലാളിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് നാളത്തേക്ക് ഷാജഹാനെ എനിക്ക് വേണമെന്ന്. ആ ഒറ്റ ഉറപ്പില്ല അവിടുന്ന് മെറ്റീരിയൽസ് എടുത്തോളാം ഞാൻ സമ്മതിച്ചേ. പടച്ചോനെ നിന്നിപ്പോ പോന്നതാണ് ഞാൻ. മാറാൻ ഒരു തുണിയും കൂടി എടുത്തില്ല. തുണിയല്ലേ നമ്മുടെ ഇരിക്കണേ? എന്നാലാ മൊബൈൽ ഫോൺ ഞാൻ മൂപ്പരെ ഒന്ന് വിളിച്ച് പറയട്ടെ. മൊബൈൽ ഫോൺ ഒന്ന് തരാൻ ശരവണ മുതലാളിനെ വിളിച്ച് വിവരം പറയട്ടെ, ഞാനിവിടെ കുടുങ്ങിയിട്ടുണ്ട്. ഇതെന്താ? ഹലോ അച്ഛാ, ഇത് ഞാനാ. മോളെ എവിടുന്നാ വിളിക്കുന്നത്? സ്കൂളിന്നാ. ഇപ്പൊ ഞങ്ങൾക്ക് പ്ലേ ടൈമാ. അച്ഛനെന്താ വീട്ടിൽ വരാത്തെ? ഉറങ്ങാൻ കിടക്കുമ്പോ എന്നും ഞാൻ അമ്മയോട് ചോദിക്കും, അച്ഛനെന്താ വരാത്തേന്ന്. അപ്പോ അമ്മ പറയും, എന്നോട് സ്നേഹമുണ്ടെങ്കിൽ അച്ഛൻ വരൂന്ന്. അച്ഛൻ എന്നോട് സ്നേഹമില്ലേ അച്ഛാ? പിന്നില്ലാതെ. അച്ഛൻ കുറെ ജോലി തിരക്കിലായിരുന്നു മോളെ. നീ ആരുടെ ഫോണിൽ നിന്നായി വിളിക്കുന്നത്? ഒരു അങ്ങളുടെ ഫോണിൽ നിന്നാ. അച്ഛൻ ഇപ്പൊ ഓരോ എനിക്കിനി കൊറേ കഴിഞ്ഞിട്ട് ക്ലാസ് ഉള്ളൂ. ഞാനിവിടെ സ്കൂളിന്റെ പുറത്ത് അലീനന്റെ ക്ലാസ്സില്ലേ, അതിന്റെ പിന്നിലെ ഗ്രൗണ്ടിലുണ്ടാവും. ഓക്കെ, ശരി ശരി. അച്ഛൻ എന്താ പറഞ്ഞേ? അച്ഛൻ പറഞ്ഞു 10 മിനിറ്റ് വിളി വരാന്ന്. ഹായ്. താങ്ക് യു അച്ഛാ. ഞാൻ അച്ഛനോട് മിണ്ടില്ലാന്ന് വിചാരിച്ചതാ. പിന്നെ താ ആംഗ്ല പറഞ്ഞ വിളിക്കാൻ. കണ്ടോ മോൾ എത്ര ഹാപ്പിയായി. ഈ മോളെയും ഇവളുടെ അമ്മയും വിട്ടിട്ടല്ലേ ഡോക്ടർ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നു. അന്യനായ എനിക്ക് പോലും ഇവരെ അവിടെ നിന്ന് ഇറക്കി വിടാൻ തോന്നിയില്ല. ഡോക്ടർ ചെയ്തത് സത്യത്തെ വലിയ തെറ്റാണ്. അങ്ങനെ സംഭവിക്കാനുണ്ടായ കാരണങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് അറിയില്ലല്ലോ. കാരണങ്ങളുണ്ടാവാം, പക്ഷെ പ്രാക്ടിക്കലായി ചിന്തിച്ച് അതിന് പരിഹാരമുണ്ടാക്കാമായിരുന്നു. മഹാന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, മനഃപൂർവ്വം തോറ്റുകൊടുക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ജയിക്കുന്നതെന്ന്. ഞാൻ മഹാനൊന്നുമല്ല, കുറ്റങ്ങളും കുറവുകളും ഉള്ള ഒരു സാധാരണക്കാരനാണ്. അമ്മ സർ പോകരുത്, ഞാനാണ് അവരെയും വരുത്തിയത്. നിൽക്കൂ, ഒരു മിനിറ്റ് പ്ലീസ് പ്ലീസ്. എനിക്ക് വേണ്ടി ഒരു അല്പസമയം. നിങ്ങളെ രണ്ടുപേരെ ഒരുമിച്ചൊന്ന് മീറ്റ് ചെയ്യിക്കാൻ, ഇതല്ലാതെ മറ്റൊരു വഴിയും ഞാൻ കണ്ടില്ല. പ്ലീസ് ഈ മോളെ ഓർത്തെങ്കിലും പ്ലീസ് ഒന്ന് വരൂ.
മോളെ കുറച്ചു നേരം കൂട്ടുകാരോടൊപ്പം പോയി കളിച്ച് ഈ പട്ടി അവർക്കൊന്ന് കാണിച്ചു കൊടുത്ത്. ആ ശരി. കുറ്റപ്പെടുത്താനും ന്യായീകരിക്കാനും ഒക്കെ ഒരുപാട് കാരണങ്ങളുണ്ടാവും രണ്ടുപേർക്കും. കുറച്ചു മുമ്പുള്ള കാലം ഒന്ന് ഓർത്തു നോക്കുക. ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാതെ ബന്ധുക്കളെയും വീട്ടുകാരെയും ഒക്കെ വെറുപ്പിച്ച് നിങ്ങൾ ഒന്നാകാൻ തീരുമാനിച്ച കാലം. അന്നത്തെ പ്രതീക്ഷകൾ എവിടം തൊട്ടാണ് തെറ്റിയത്? അത് മനസ്സിലാക്കിയാൽ ബാക്കിയൊക്കെ നമുക്ക് തിരുത്തിയെടുക്കാം. അങ്ങനെ തിരുത്തേണ്ട തെറ്റുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്നെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യയാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിൽ ഞാൻ തോറ്റു. ഒരു ഭാര്യയ്ക്ക് എപ്പോഴും ഒരു കാമുകയായിരിക്കാൻ പറ്റില്ല. ഭാര്യയാവുന്ന നിമിഷം തൊട്ട് അവളുടെ ഉത്തരവാദിത്വങ്ങൾ കൂടും. അമ്മയായാൽ പ്രത്യേകിച്ചും. അപ്പൊ കൂടെ നിൽക്കുന്ന ഭർത്താവിനെയാണ് അവൾ ആഗ്രഹിക്കുക. അതിനു പകരം അയാൾ സ്വന്തം സുഖം മാത്രം നോക്കി പോകാൻ തുടങ്ങിയാൽ എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതാണ്. അത് ശരി, അതൊരു പോയിന്റാണ്. എന്തുകൊണ്ടാണ് ഡോക്ടർ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറിയത്? ഞാൻ അങ്ങനെ മാറി നിന്നിട്ടൊന്നുമില്ല. നല്ലവണ്ണം പ്രാക്ടീസ് ഉള്ള ഒരു ഡെന്റിസ്റ്റ് ആണ് ഞാൻ. അപ്പൊ കൂടുതൽ സമയം ക്ലിനിക്കിലും പുറത്തുമൊക്കെ ആയിരിക്കും. ഇവരുടെ കാര്യത്തിൽ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ ഞാൻ? യെസ്, ഡോക്ടർ പറഞ്ഞതിലും ചെറിയൊരു ന്യായമുണ്ട്. കുറെ പണം തന്നതുകൊണ്ട് മാത്രം ഒരു കുടുംബനാഥന്റെ ചുമതലകൾ തീരുവോ? മോൾക്കൊരു പനി വന്ന ഞാൻ എടുത്ത് ഓടണം ആശുപത്രിയിലേക്ക്. അവൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു, ടീച്ചേഴ്സ് അവളെ പറ്റി എന്ത് പറയുന്നു, ഒന്നും അന്വേഷിക്കാറില്ല. അല്ല, അത് തെറ്റാണ്. ഒരു അച്ഛന്റെ സ്ഥാനത്ത് ഇത് അന്വേഷിച്ചോണ്ടിരുന്ന ഞാൻ ചെയ്യുന്ന ജോലി നീ ചെയ്യുവോ? നീ ചെയ്യുവോന്ന്? 24 മണിക്കൂറും ജോലിയൊന്നും ഇല്ലല്ലോ. കണ്ട പെമ്പിള്ളേരെ വിളിക്കാനും കൊഞ്ചാനും കുഴയാനും ഒക്കെ ഇഷ്ടംപോലെ സമയമില്ലേ? ഞാൻ ഫോണിൽ ആരോടെങ്കിലും ഒന്ന് സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചാലോ തമാശ പറഞ്ഞാലോ അതെല്ലാം പെണ്ണുങ്ങളോടാണെന്നാണോ നിന്റെ വിചാരം? വിചാരമല്ല, എന്റെ അനുഭവമാണ്. എത്ര പ്രാവശ്യം ഞാൻ കൈയോടെ പിടിച്ചിരിക്കുന്നു. അതും പറഞ്ഞ് എത്ര വഴക്കിട്ടിരിക്കുന്നു. ക്ലിനിക്കിൽ നിന്ന് വന്ന് കയറുമ്പോഴേക്ക് ഫോൺ അടിക്കാൻ തുടങ്ങും. ഞാൻ എടുത്താൽ മിണ്ടില്ല. ഈ മൊബൈൽ എന്ന് പറയുന്ന ഒരു സാധനം കണ്ടുപിടിച്ചത് തന്നെ മറ്റുള്ളവരുടെ മനസ്സമാധാനം കളയാനാ. എപ്പോ നോക്കിയാലും SMS-ഉം മിസ്ഡ് കോളും. ഇതൊക്കെ കണ്ടും കേട്ട ഒരു മന്ദബുദ്ധിയായിരിക്കാൻ എനിക്ക് മനസ്സില്ല. ഇവളെ പോലെ സംശയരോഗമുള്ള ഒരു ഭാര്യയുടെ കൂടെ താമസിക്കാൻ എനിക്കും മനസ്സില്ല. സാർ, 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 പോവരുത്. ഇല്ല, ഇത് ശരിയാവില്ല സാർ. കരയല്ലേ, കരയല്ലേ, കരയല്ലേ. കഴിഞ്ഞു, കഴിഞ്ഞു. ഒന്നുമില്ല, ഒന്നുമില്ല. കരയല്ലേ, കഴിഞ്ഞു, കഴിഞ്ഞു, കഴിഞ്ഞു. കരയല്ലേ. ഈ മരുന്നൊന്ന് കൊടുക്കാനാ. ഇഞ്ചക്ഷൻ എടുത്ത മരുന്ന് അവിടെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ദൈവം കാത്ത തലയിലെ ആ മുറിവ് മാത്രമേ ഉള്ളൂ. കാലിൽ 2 ആഴ്ച ബാൻഡേജ് ഇടേണ്ടി വരും. ഇവരൊക്കെ എത്രയല്ല? ഞാൻ സെക്കൻഡില്, ഫസ്റ്റില്. നീ വന്നേ. എന്താ മോളുടെ പേര്? മാളവിക. മോന്റെ? മാധവൻ. മാധവൻ, വലിയ ആൾക്കാരുടെ പേരാണല്ലോ. ഇവരെ സ്കൂളിൽ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാണോ? അയ്യോ, അപ്പൊ ഇവരൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. വിശക്കുന്നുണ്ടോ? ഇവിടുത്തെ ക്യാൻറ്റീനിൽ നല്ല ഉഗ്രം മസാല ദോശ, ചൂട് ഉഴുന്നുവട, സാമ്പാർ, ചമ്മന്തി, നമുക്ക് പോയി കഴിക്കാം. ഞാൻ ഇവരെ കൊണ്ടുപോയി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കട്ടെ? ഇനിയിപ്പോ വേണ്ടാന്ന് പറഞ്ഞാലും ഞാൻ വാങ്ങിച്ചു കൊടുക്കാൻ പോവാ. വാ മക്കളെ. ഈ മസാല ദോശ കഴിച്ചാണ്ടല്ലോ ഭയങ്കര ശക്തി വരും. ഉഴുന്നുവടയ്ക്ക് ഡബിൾ ശക്തി.